പശ്ചിമേഷ്യയെ മാസങ്ങളായി പിടിച്ചുകുലുക്കിയ ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ മധ്യസ്ഥതയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ നിർണായകമായ സമാധാന നീക്കങ്ങൾക്കിടയിലും മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി ഷെയ്ഖ് നയീം ഖാസിം നടത്തിയ പ്രസംഗം നയതന്ത്ര ലോകത്ത് വൻ ചർച്ചയായി മാറിയിരിക്കുന്നു. ബെയ്റൂട്ടിൽ നടന്ന ആശൂറ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അതീവ ആവേശത്തോടെയാണ് നയീം ഖാസിം ഇസ്രയേലിനും പാശ്ചാത്യ ശക്തികൾക്കുമെതിരെ ആഞ്ഞടിച്ചത്. ഹിസ്ബുള്ള എന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തിയ എല്ലാ സൈനിക നീക്കങ്ങളും ദയനീയമായി പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ലബനൻ മണ്ണിൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ഇസ്രയേൽ പ്രതിരോധ സേനയെ ഒടുവിൽ പൂർണ്ണമായും തുരത്തുമെന്ന ശക്തമായ പ്രതിജ്ഞയാണ് ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വെടിനിർത്തൽ കരാർ ഇസ്രയേലിന്റെ വിജയമല്ല, മറിച്ച് ഹിസ്ബുള്ളയുടെ പ്രതിരോധത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നതിന്റെ തെളിവാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. മാസങ്ങൾ നീണ്ട അതിശക്തമായ ബോംബാക്രമണങ്ങൾ, കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ, കമാൻഡ് സ്ട്രക്ചറിന് നേരെയുണ്ടായ ആഘാതങ്ങൾ എന്നിവയെല്ലാം അതിജീവിച്ച് ഹിസ്ബുള്ള ഇപ്പോഴും ശക്തമായി തന്നെ നിലകൊള്ളുന്നുവെന്നാണ് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. എത്ര വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടായാലും തങ്ങളുടെ പോരാട്ട വീര്യം ചോർന്നു പോകില്ലെന്ന് നയീം ഖാസിം അടിവരയിട്ട് പറഞ്ഞു. മരണത്തെ തങ്ങൾ ഭയപ്പെടുന്നില്ലെന്നും ഇസ്രയേലിന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ലെന്നുമുള്ള ഹിസ്ബുള്ളയുടെ പരമ്പരാഗത നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും തങ്ങളുടെ ആയുധങ്ങൾ താഴെ വെക്കാനോ പ്രതിരോധ തന്ത്രങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനോ സംഘടന തയ്യാറല്ലെന്ന സൂചനയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അമേരിക്കയുടെയും ഖത്തറിന്റെയും ഇറാന്റെയും സംയുക്ത ശ്രമങ്ങളിലൂടെ രൂപപ്പെടുത്തിയ ഈ വെടിനിർത്തൽ കരാർ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യം ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നുണ്ട്. നയീം ഖാസിമിന്റെ ഈ കടുത്ത പ്രസ്താവനകൾ നിലവിലെ ഈ താൽക്കാലിക സമാധാന അന്തരീക്ഷത്തെ ഏത് നിമിഷവും തകർക്കാൻ പോന്നതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ മന്ത്രിസഭയും ഈ പ്രസംഗത്തെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഹിസ്ബുള്ള കരാർ ലംഘിക്കാൻ ശ്രമിക്കുകയാണെന്ന് കാണിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ ഇസ്രയേൽ ഈ സാഹചര്യം ഉപയോഗിച്ചേക്കാം. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കടുത്ത നയതന്ത്ര ശ്രമങ്ങൾക്കൊടുവിൽ ഉണ്ടാക്കിയെടുത്ത വെടിനിർത്തൽ കരാർ പരാജയപ്പെട്ടാൽ അത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ വിദേശ നയത്തിന് ഏൽക്കുന്ന വലിയൊരു തിരിച്ചടിയായിരിക്കും. ഹിസ്ബുള്ളയുടെ പ്രധാന സ്പോൺസർമാരായ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസംഗം തങ്ങളുടെ നയതന്ത്ര മേധാവിത്വത്തിന്റെ പ്രഖ്യാപനമാണ്. ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കും മുൻപിൽ തങ്ങളുടെ സഖ്യകക്ഷികൾ തളർന്നിട്ടില്ലെന്ന് കാണിക്കാൻ ടെഹ്റാന് ഇതിലൂടെ സാധിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്ത 10,000-കണക്കിന് ഇസ്രയേൽ, ലബനീസ് ജനങ്ങൾ ഈ വെടിനിർത്തലിലൂടെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇരുപക്ഷത്തു നിന്നും വീണ്ടും യുദ്ധത്തിന്റെ വന്യമായ ശബ്ദങ്ങൾ ഉയർന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഹിസ്ബുള്ളയുടെ മിസൈൽ, ഡ്രോൺ ശേഷികൾ ഇപ്പോഴും പൂർണ്ണ സജ്ജമാണെന്ന യാഥാർത്ഥ്യം ഇസ്രയേൽ സൈന്യത്തെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിർത്തി കടന്നുള്ള സൈനിക മുന്നേറ്റം ഇസ്രയേലിന് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ ചെറുതല്ലെന്ന ചിന്ത സൈന്യത്തിനുള്ളിൽ തന്നെ പുകയുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ഈ വെല്ലുവിളി. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ഇപ്പോൾ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ചെറിയ തർക്കം പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വീണ്ടും വഴിമാറാവുന്ന തരത്തിൽ അന്തരീക്ഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിഫത്ത് ജാവേദിനെ പോലുള്ള പ്രമുഖ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ വെടിനിർത്തൽ കരാർ ദീർഘകാലം നിലനിൽക്കാൻ സാധ്യത കുറവാണ്. ഇരു വിഭാഗവും തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ഏതു നിമിഷവും കരാറിൽ നിന്ന് പിന്മാറിയേക്കാം. ലബനൻ അതിർത്തിയിൽ താൽക്കാലികമായി തോക്കുകൾ നിശബ്ദമായിട്ടുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയത്തിലെ ഈ വൻ ശക്തികളുടെ പോരാട്ട വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ ഇരുവിഭാഗവും എത്രത്തോളം പാലിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി സമാധാനം. ലോകം മുഴുവൻ അതീവ ജാഗ്രതയോടെയാണ് ഇവിടുത്തെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നത്.